കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സത്യവചനം ശരിയായി വിഭജിക്കുക എന്ന യൂട്യൂബ് ചാനൽ ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 തിമോത്തി 2:15 വചനം നമ്മെ എന്തു പഠിപ്പിക്കുന്നു എന്ന വിഷയത്തിൻ്റെ 3-ാം ഭാഗം പഠനത്തിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ വെളിപ്പെട്ട് ലഭിക്കുന്ന 16 വിധ കാലഘട്ട വ്യവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കുകയായിരുന്നു. അതിലെ 6 വ്യവസ്ഥകൾ അതിങ്ങനെയായിരുന്നു: നിഷ്പാപയുഗ വ്യവസ്ഥ, മനസാക്ഷി യുഗ വ്യവസ്ഥ, മാനുഷികഭരണ യുഗ വ്യവസ്ഥ, മാനുഷികഭരണ നിശബ്ദ യുഗ വ്യവസ്ഥ, വാഗ്ദത്ത യുഗ വ്യവസ്ഥ, ന്യായപ്രമാണ യുഗ വ്യവസ്ഥ എന്നിവയെ ഓരോ വിഷയങ്ങളായി നമ്മൾ മനസ്സിലാക്കി. ഈ 6 വിഷയങ്ങൾ പഴയ നിയമ പുസ്തകങ്ങളായ ഉൽപ്പത്തി മുതൽ മലാക്കി പ്രവചന പുസ്തകം വരെയുള്ള 39 പുസ്തകങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. 7ാമത്തെ വിഷയം ന്യായപ്രമാണ നിശബ്ദ യുഗാവസ്ഥ എന്നതാണ്. സൈലന്റ് പീരീഡ് ഓഫ് ദി ലോ ഡിസ്പെൻസേഷൻ. ന്യായപ്രമാണ നിയമവ്യവസ്ഥ നിലനിൽക്കെ ദൈവിക അരുളപ്പാടുകളോ പ്രവാചകന്മാരുടെ ശബ്ദമോ മറ്റ് ദൈവിക ഇടപെടലുകളോ ഇല്ലാതിരുന്നൊരു കാലം. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 9 വരെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബേത്സദ കുളക്കടവിലെ രോഗസൗഖ്യ പ്രവൃത്തി ദൂതൻ നടത്തിയിരുന്നതായി കാണുന്നു. ഇതല്ലാതെ ഒരു ദൈവിക പ്രവൃത്തി നടന്നതായി നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നില്ല. മലാക്കി പ്രവാചകൻ്റെ പ്രവചന കാലഘട്ടത്തിന് ശേഷം യേശുവിൻ്റെ ജനനവും സ്നാപയോഹന്നാൻ്റെ പ്രവചന സമയവും അതുവരെയുള്ള ഏതാണ്ട് 430 വർഷത്തെ ഒരു ഇടവേള കാലമാണ് ന്യായപ്രമാണ നിശബ്ദ യുഗാവസ്ഥയായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ കാലഘട്ടത്തെ പറ്റിയുള്ള പ്രവചനങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. സങ്കീർത്തനം 74:9 ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല, യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല, ഇത് എത്രത്തോളം എന്ന് അറിയുന്നവൻ ആരും ഞങ്ങളുടെ ഇടയിൽ ഇല്ല. നമുക്ക് അടുത്ത വചനം കൂടി നോക്കാം. അത് ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിലെ 8-ാം അധ്യായം 11-ാം വചനമാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു, ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമേ. കർത്താവിൻ്റെ അരുളപ്പാടുകളോ പ്രവചനങ്ങളോ ഒന്നും ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് ലഭിക്കാത്ത ഒരു കാലഘട്ടം. സങ്കീർത്തന പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് കൂടി നമുക്ക് നോക്കാം. 81-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുകയോ ദൈവത്തിൻ്റെ കരുതലിൽ കീഴിലായിരിക്കുകയോ ചെയ്യാതെ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്ന, ദൈവസ്നേഹത്തിൽ നിന്ന് മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം. മിക്ക പ്രവാചകൻ അതിൻ്റെ 3:6-7 വചനം ഇത് സാമ്യമായ അതേ വചനം തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾക്ക് ദർശനമില്ലാത്ത രാത്രിയും ലക്ഷണം പറവാൻ കഴിയാത്ത ഇരുട്ടും ഉണ്ടാവും. പ്രവാചകന്മാർക്ക് സൂര്യൻ അസ്തമിക്കുകയും പകൽ ഇരുണ്ടു പോകുകയും ചെയ്യും. അപ്പോൾ ദർശകന്മാർ ലജ്ജിക്കും, ലക്ഷണം പറയുന്നവൻ നാണിക്കും. ദൈവത്തിൻ്റെ ഉത്തരം ഇല്ലായ്ക കൊണ്ട് അവരൊക്കെയും വായ്പൊത്തും. ഇതൊരു സൂചനയായിട്ട് നമുക്ക് കാണാവുന്നതാണ്.
ഇർമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 31-ാം അധ്യായം 31, 32 വചനം കൂടി നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി അവർ മുന്നോട്ട് പോവുകയാണ്. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞുവെന്ന് എത്ര വേദനയോടെയാണ് യഹോവ ദൈവം പറയുന്നത് നമ്മൾ കാണണമേ. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 16:32 അവൾ എൻ്റെ ഭാര്യ അല്ല, ഞാൻ അവരുടെ ഭർത്താവുമല്ല എന്നവിടെ എഴുതിയിരിക്കുകയാണ്. ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഒരു ഉത്തമ ഭർത്താവും ഉത്തമ ഭാര്യയുമായുള്ള രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ആത്മീയ ബന്ധം എത്ര മനോഹരമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിവാഹ ഉടമ്പടി പോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ 613 ന്യായപ്രമാണ നിയമങ്ങളായ കൽപ്പനകൾ ഇസ്രായേൽ ലംഘിച്ചു. യഹോവയും ഇസ്രായേലും ആയിട്ടുള്ള ഉഭയസമ്മതം അത് എന്തായിരുന്നു കൂടി നമുക്ക് നോക്കണ്ടേ. പുറപ്പാട് പുസ്തകം 19:5-8 വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാവും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങൾ ആകുന്നു. മോശ വന്ന് ജനത്തിൻ്റെ മൂപ്പന്മാരെ വിളിച്ച് യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങളൊക്കെയും അവരെ പറഞ്ഞു കേൾപ്പിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യുമെന്ന് ജനം ഉത്തരം പറഞ്ഞു. കർത്താവ് ഇസ്രായേൽ ജനത്തെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തെ രാജീയ പുരോഹിത വർഗമായി തിരഞ്ഞെടുക്കുകയും അവർ നിത്യ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ആ വ്യവസ്ഥയെ ഇസ്രായേൽ ജനം അംഗീകരിക്കുകയും ചെയ്യുന്ന ആണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഇസ്രായേലിൻ്റെ സമ്മതപത്രം വീണ്ടും വീണ്ടും പുറപ്പാട് പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ 19:8-ലും 24:3-ലും 24:7-ലും നമുക്ക് ഉഭയസമ്മതം ഇസ്രായേൽ ദൈവത്തിന് മുമ്പാകെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇസ്രായേലിൻ്റെ ധനമോഹം, ലോകമോഹം മുതലായ നിയമലംഘനം നടത്തി പ്രവാചകന്മാരെ അനുസരിക്കാതെ കപടഭക്തിക്കാരായി ജീവിച്ച് യഹോവയോടെ അകന്നുപോയി. ആയതിനാൽ യഹോവ ഇസ്രായേലിനെ താൽക്കാലികമായി ഉപേക്ഷിച്ചു. ഈ കാലഘട്ടത്തെയാണ് നമുക്ക് ന്യായപ്രമാണ നിശബ്ദ യുഗമായി കാണുവാൻ കഴിയുന്നത്. നമ്മുടെ അടുത്ത വിഷയം, അതായത് 8ാമത്തെ വിഷയം, ന്യായപ്രമാണ അഭിഷേക യുഗ വ്യവസ്ഥയാണ്. ഡിസ്പെൻസേഷൻ ഓഫ് ദി ലോ ആൻഡ് അനോയിൻറ്റിംഗ് പീരീഡ്. ഈ കാലഘട്ടത്തെ പറ്റിയുള്ള വിവരങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ സുവിശേഷങ്ങളിലും പ്രവർത്തിയുടെ പുസ്തകം 1-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ കാലത്തിൻ്റെ പ്രവചന വാക്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. നമുക്ക് നേരത്തെ വായിച്ച യിരെമ്യാ 31:32 വചനങ്ങളും കൂടി വായിക്കാം. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്.
ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന യഹോവയുടെ അരുളപ്പാട്. ഈ പ്രവചനകാല സംഭവമാണ് നമ്മൾ ഇതിനു മുമ്പേ മനസ്സിലാക്കിയ ന്യായപ്രമാണ നിശബ്ദ യുഗ വ്യവസ്ഥയിൽ മനസ്സിലാക്കിയത്. എന്നാൽ ഇതിൻ്റെ 33-ാം വചനം കൂടി നമുക്കിപ്പോൾ വായിക്കാം. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം, ഏത് കാലം? ന്യായപ്രമാണ നിശബ്ദ യുഗകാലം കഴിഞ്ഞ ശേഷം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തുടർന്ന് വായിക്കാമല്ലോ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. ഇതാണ് പുതിയ നിയമ കാലഘട്ടമായ ന്യായപ്രമാണ അഭിഷേക യുഗകാലത്തിലെ, അതായത് യേശുവിൻ്റെയും 12 ശിഷ്യന്മാരുടെയും 12 അപ്പസ്തോലന്മാരുടെയും ശുശ്രൂഷ കാലഘട്ടത്തിൻ്റെ പ്രവചനമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ മറ്റു വചനങ്ങൾ കൂടി, പ്രവചന വചനങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. സങ്കീർത്തനം 105 അതിൻ്റെ 8 മുതൽ 11 വരെ സങ്കീർത്തകൻ ഓർമ്മപ്പെടുത്തുകയാണ്: അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളം ഓർക്കുന്നു. അവൻ അബ്രാഹത്തിനോട് ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിനെ ഒരു ചട്ടമായും ഇസ്രായേലിനെ ഒരു നിത്യ നിയമമായും നിയമിച്ചു. നിന്റെ അവകാശത്തിൻ്റെ ഓഹരിയായി ഞാൻ നിനക്ക് കാനാൻ ദേശം തരും. ഇങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എസെക്കിയേൽ 11:17-20 വചനം വായിക്കാം. വചനം വായിക്കുമ്പോൾ നമുക്കെല്ലാവരും മനസ്സിലാകുന്നുള്ളൂ. അതിൻ്റെ വിശദീകരണമൊന്നും ആവശ്യമില്ല എന്ന രീതിയിലാണ് വിശദീകരണത്തിലേക്കൊന്നും പോകാത്തത്. എസെക്കിയേൽ 11:17-20 വചനം: ആകയാൽ നീ പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. അവർ അവിടെ വന്ന് അതിലെ സകല മലിന ബിംബങ്ങളെയും മേച്ച വിഗ്രഹങ്ങളെയും അവിടെ നിന്ന് നീക്കിക്കളയുകയും അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമുള്ളമായുള്ളൊരു ഹൃദയം അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. ഇതിനായിട്ടാണ് യേശു വന്നത്. പക്ഷേ ഇതുവരെയായിട്ടും ഈ വാഗ്ദത്ത വചനം പൂർത്തീകരിക്കപ്പെടാതെ ആയിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നല്ലോ. എസെക്കിയേൽ പ്രവചനം ഇതിൻ്റെ 36-27 നമുക്കൊന്ന് വായിക്കാം. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ഇടും, നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടക്കും, എൻ്റെ വിധികളെ കാത്തു സൂക്ഷിച്ച് അനുഷ്ഠിക്കും. ആരുടെ മേൽ? എസെക്കിയേൽ 39:29 ഞാൻ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുന്നു. അപ്പം കർത്താവായ യേശു ക്രിസ്തുവും 12 അപ്പസ്തോലന്മാരടക്കം ചെയ്ത ശുശ്രൂഷ ന്യായപ്രമാണ കൽപ്പനകൾ അനുസരിക്കുവാനും അവർക്ക് അന്നേരം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും അഭിഷേകമായി ലഭിക്കുകയും അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളൊക്കെ നടത്തി ദൈവത്തെ പ്രസിദ്ധമാക്കി ഇസ്രായേൽ ജനത്തെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണമേ. എസെക്കിയേൽ 36:27 ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ഇടും, നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടക്കൂ, എൻ്റെ വിധികളെ കാത്തു സൂക്ഷിച്ച് അനുഷ്ഠിക്കും. ആരുടെ മേലാണ് നമ്മൾ മനസ്സിലാക്കുകയാണ്?
വീണ്ടും ഞാൻ ആവർത്തിപ്പിക്കുക വചനം തന്നെ. എസെക്കിയേൽ 39:29, ഞാൻ ഇസ്രയേൽ ഗൃഹത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുന്നു. ജാതികളിൽ മേലല്ല, ഇസ്രയേലിൻ്റെ മേലാണ് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം നൽകൂ എന്ന് പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ യോവേൽ പ്രവചനം അതിന് 2:28-30, ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. പ്രവചനമാണ്. ഇത് സംഭവിക്കുന്നത് നമുക്ക് മുന്നോട്ട് കാണാം. സക്കിരാവിൻ്റെ പുസ്തകം 12:10, കൃപയുടെയും അപേക്ഷയുടെയും ആത്മാവിനെ ഞാൻ ദാവീദ് ഗൃഹത്തിന്മേൽ പകർന്നു കൊടുക്കും. ഇസ്രായേലിനുള്ള വാഗ്ദത്ത വചനമാണ്. യേശു വന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോഴും ഈ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നോ ഇല്ലോ എന്നുകൂടി നമുക്ക് നോക്കണ്ടേ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-18, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. 18-ാം വചനം, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളി എങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല. ന്യായപ്രമാണ വ്യവസ്ഥ കർത്താവ് എന്ന് കൊടുത്തുവോ അന്ന് മുതൽ ലോകത്തിൻ്റെ അവസാനം വരെ ന്യായപ്രമാണ വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും വരുത്താത്ത രീതിയിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രയേൽ അത് അനുഷ്ഠിച്ച് അതനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണമെന്നാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 23:1-3, ന്യായപ്രമാണം അനുസരിക്കുവാൻ ശിഷ്യന്മാരോട് ജനത്തോടും കർത്താവ് പറയുന്നതായിട്ട് നമുക്കിവിടെ കാണുകയാണ്. അതുപോലെ തന്നെ പ്രവൃത്തിയുടെ പുസ്തകം 7:53, ഇസ്രയേൽ സമൂഹം ന്യായപ്രമാണം അനുസരിക്കാത്തതിനെ സ്തെഫാനോസ് കുറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. നമുക്ക് യെശയ്യാ പ്രവചനം 35:3-6 കൂടെ നമുക്കൊന്ന് വായിക്കുക. തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ, മനോവീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തർ മാനിലെ പോലെ ചാടും, ഊമൻ്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്തെ തോടുകളും പൊട്ടിപ്പുറപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുമെന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അഭിഷേകം ലഭിച്ചിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഇസ്രായേൽ മുഖാന്തരം ദൈവം പ്രവർത്തിക്കുമെന്ന് പ്രവചനമായിട്ട് എഴുതിയിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 11:2-5 വരെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. നമ്മളിങ്ങനെ വായിക്കുന്നത് പ്രവചന കാലഘട്ടത്തെ സംഭവം, അത് കഴിഞ്ഞ് യേശു വന്നതിന് ശേഷമുള്ള വ്യവസ്ഥ, അതിനുശേഷം അപ്പസ്തോലന്മാരുടെ പ്രവർത്തന കാലത്ത് യേശുവിൻ്റെ മരണാട്ടക്ക പുനരുദ്ധാനത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവർക്ക് വാഗ്ദത്തം ആയി കൊടുത്തതിന് ശേഷം അവരുടെയും പ്രവർത്തന രീതിയാണ് നമ്മൾ വായിച്ചു പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന് 2-5 വരെയുള്ള വചനങ്ങൾ. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച്
ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. സ്നാപയോഹന്നാനെ സംബന്ധിച്ച് പഴയ നിയമ പുസ്തകങ്ങളെല്ലാം പഠിച്ച ആളാണ്. അപ്പോൾ പഴയ നിയമ പ്രവചനങ്ങളിൽ കിടക്കുന്ന വചനങ്ങൾ സ്നാപയോഹന്നാന് ബോധ്യമുള്ളത് കൊണ്ട് കർത്താവ് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. കർത്താവാണ്, മിശിഹായാണ്, ക്രിസ്തുവാണ് വന്നിരിക്കുന്നതിനുള്ള തെളിവായിട്ട് ഞാൻ തന്നെയാണ് മിശിഹ എന്നൊന്നും കർത്താവ് അവിടെ പറയുന്നില്ല. അപ്പോൾ പ്രവചന കാലഘട്ടത്തിലെ ആ പ്രവചന വ്യവസ്ഥകളെ ഊന്നി നിന്നുകൊണ്ട് കർത്താവ് അറിയിക്കുകയാണ്. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. ഇത് ഇവർ പോയിട്ട് അറിയിച്ചാൽ യോഹന്നാൻ മനസ്സിലാക്കും, വരുവാനുള്ളവനായ മിശിഹ ഇവൻ തന്നെയാണ്, യേശു തന്നെയാണ്, മനസ്സിലാക്കും. നമുക്ക് പ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാമല്ലോ. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-19 വചനം. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളൂ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചതത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. യോവേൽ പ്രവചനം നമ്മൾ നേരത്തെ വായിച്ചതാണ്. എൻ്റെ സംഭവം നമുക്ക് പിന്നെ വായിച്ച് മനസ്സിലാക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഇതാണ് ആ സംഭവം. അപ്പോസ്തലനായ പത്രോസ് ഇസ്രായേൽ ജനത്തോട് പറയുന്ന വചനഭാഗമാണ്. അഭിഷേക യുഗ കാലഘട്ടമായി അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 7-ാം അധ്യായം വരെ മുന്നോട്ട് പോകുന്ന ഇതേ രീതിയിലായിരിക്കും എന്ന് ദൃഷ്ടാന്തമായിട്ട് പത്രോസ് പ്രസംഗിക്കുകയാണ്. ഞാൻ ഇനിയും കൂടുതൽ വചനങ്ങൾ എടുത്തൊന്നും വിവരിക്കുന്നില്ല. നമുക്ക് യേശുവിനെ അല്ലെങ്കിൽ മിശിഹായെ അഭിഷിക്തൻ എന്ന വ്യവസ്ഥയിലാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. എബ്രായ ഭാഷയിൽ മിശിഹായി എന്നും ഗ്രീക്ക് ഭാഷയിൽ ക്രിസ്തു എന്നും കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത കാലഘട്ടം ഏതാണ്ട് 3.5 വർഷം. ദൈവരാജ്യം പ്രസംഗിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ആ അഭിഷക്തൻ്റെ കൂടെ, യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരും അതുപോലെ പ്രവർത്തിച്ചു. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയിട്ട് പരിശുദ്ധാത്മാവിനെ അവർക്ക് അഭിഷേകമായി വാഗ്ദത്തമായി
നൽകിയപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച ഒരു കാലഘട്ടത്തെ നമുക്ക് കാണുവാൻ മനസ്സിലാക്കുകയാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുക, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുക. ഇതായിരുന്നു കർത്താവ് ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും ദൗത്യവും. ഈ കാലഘട്ടത്തെയാണ് നമ്മൾ ന്യായപ്രമാണ അഭിഷേകയുഗ കാലഘട്ടമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലൂക്കായുടെ സുവിശേഷം 11:13 സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടുക വിശ്വാസത്തോടു കൂടി. എന്തൊരു സുവർണ കാലഘട്ടമാണ്. മത്തായിയുടെ സുവിശേഷം 7:7 യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മത്തായിയുടെ സുവിശേഷം 21:22 മർക്കോസിൻ്റെ സുവിശേഷം 11:24 യോഹന്നാൻ്റെ സുവിശേഷം 13:14 അതിൻ്റെ 15:7 ഒക്കെ വിശദമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. എന്ത് സാധിച്ചാലും കിട്ടുന്നൊരു കാലഘട്ടം. മർക്കോസിൻ്റെ സുവിശേഷം 11:23 ആരെങ്കിലും ഈ മലയോട് നീങ്ങി സമുദ്രത്തിൽ വീഴുക എന്ന് പറഞ്ഞ് തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചാൽ അവൻ സംഭവിക്കും. പ്രവൃത്തിയുടെ പുസ്തകം 2:43 അപ്പോസ്തലന്മാർ മുഖാന്തരം പല അത്ഭുതങ്ങളും നടത്തിയെന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അപ്പോസ്തലന്മാർ മുഖാന്തരം പല അത്ഭുതങ്ങളും. ഈ പല എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പേരെയായിട്ടാണ് കാണുന്നത്. അത് KJV ബൈബിളിലെ മെനി എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മെനി എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ, അനേകം, ധാരാളം എന്നൊക്കെയാണ്. അപ്പോൾ അത്ര അധികമായി അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവ് പ്രവർത്തിച്ചു. ഇങ്ങനെ എത്രയെത്ര വചനങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 21:25 പറഞ്ഞിരിക്കുകയാണ്. കർത്താവ് ചെയ്ത പ്രവർത്തികളെക്കുറിച്ച്, അടയാളങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയാൽ ഈ ലോകം ആ ഗ്രന്ഥങ്ങളെ, ആ പുസ്തകങ്ങളെ ഒന്നും ഉൾക്കൊള്ളുകയില്ല. അത്രമധികമായി കർത്താവ് ഇവിടെ പ്രവർത്തിച്ചു. അപ്പോസ്തലന്മാരോട് ചേർന്ന്, അങ്ങനെ പറയുന്നതിനേക്കാൾ ഉപരിയായി അപ്പോസ്തലന്മാർ യേശുവിനോട് ചേർന്നു. യേശു പിതാവിൻ്റെ അടുക്കിലേക്ക് പോയതിന് ശേഷവും മഹത്തരമായ ഒരു പ്രവർത്തന കാലഘട്ടമായി നമുക്കിതിനെ കാണുവാൻ കഴിയുക. നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം മുതൽ അപ്പോസ്തല പ്രവർത്തികൾ 7-ാം അധ്യായം വരെ നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേലിനോടല്ലാതെ മറ്റൊരു ജാതിയിൽപ്പെട്ടവരോടും നിങ്ങൾ ന്യായപ്രമാണം അനുസരിക്കണമെന്നോ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കുമെന്നോ പറഞ്ഞതായിട്ട് എവിടെയും കാണുവാൻ സാധിക്കുന്നില്ല. ജാതികളായവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്നോ അവർ ലഭിച്ചതായിട്ടോ നമുക്ക് എവിടെയും ഒരു രേഖയിലും കാണുവാൻ സാധിക്കുന്നില്ല. അതായത് 4 സുവിശേഷങ്ങളിലും പ്രവർത്തിയുടെ പുസ്തകം 1-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെയുള്ള വചനങ്ങളിൽ നമുക്കിതെവിടെയും കാണുവാൻ സാധിക്കുന്നില്ല. ഈ കാലഘട്ടം ഇസ്രായേലിൻ്റെ ഒരു പ്രസാദ കാലത്തിൻ്റെ ആരംഭമാണ്. 1000 വർഷത്തിലേക്കുള്ള ആ മഹത്തരമായ ദൈവരാജ്യ അനുഭവത്തിലേക്കുള്ള 1-ാം സ്റ്റെപ്പിലേക്ക് വന്ന് നിൽക്കുക. യെശയ്യാ 49 അതിൻ്റെ 7-8
ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറഞ്ഞു തുടങ്ങിയ ആ വചനത്തെ സാക്ഷ്യപ്പെടുത്തി പറയുന്ന വചനം നമുക്ക് ലൂക്കാ സുവിശേഷത്തിൽ 4:18 കാണുവാൻ സാധിക്കുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. യെശയ്യാ 49:7-8 പ്രവചനം ലൂക്കാ സുവിശേഷം 4:18 അത് നിവൃത്തിയാകുകയാണ്. യേശുവിൻ്റെ ശുശ്രൂഷക്കാലത്ത് യേശുവിനെ കാണുകയും വിശ്വസിച്ച് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്ത ജാതികളിൽപ്പെട്ടവരെയൊക്കെ കുറച്ച് പേരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവരൊക്കെ ഏത് സാഹചര്യത്തിൽപ്പെട്ടവർ ആയിരുന്നുവെന്നോ, അതായത് പാരമ്പര്യത്തിൽ ഇവർ രക്ഷാനുഭവത്തിൽ വിശ്വസിച്ചിരുന്നുവോ എന്നോ, അവർ വിശ്വാസത്തിൽ നിലനിന്നിരുന്നുവോ എന്നോ ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നില്ല. അതുപോലെ സ്വന്തം ജനമായിരുന്ന ഇസ്രായേൽ ജനം അടുത്തു വന്നവരും കർത്താവിൻ്റെ പ്രവർത്തന കാലത്ത് അനുഗ്രഹം പ്രാപിച്ചവർ ആയിരങ്ങളായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യോഹന്നാന്റെ സുവിശേഷം 21:25 പറയുന്നു, യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അവ ഓരോന്നായി എഴുതിയാൽ എഴുതപ്പെടുന്ന പുസ്തകങ്ങളെ ലോകം തന്നെ ഉൾക്കൊള്ളുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. അപ്പം തിന്ന 5000 പേരും അവരോട് കൂടെ ഇരുന്ന കൂട്ടരും അനുഗ്രഹം പ്രാപിച്ചവരും ആയവരെ ഒന്നും യേശുവിൻ്റെ മരണസമയത്തും അതിനുശേഷവും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. നമുക്ക് 12 പേരെ കാണുവാൻ കഴിയും ഉയർപ്പിന് ശേഷം. അതിനുശേഷം 120 പേരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം 500 പേർക്ക് ഉയർത്തെഴുന്നേറ്റ ദൈവം വെളിപ്പെട്ടുവെന്ന് അപ്പോസ്തലനായ പൗലോസും സാക്ഷീകരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6:26 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ അപ്പം തിന്നാൻ വന്നവരാണ്, രക്ഷയിലേക്ക് വന്നവരല്ല എന്ന് കർത്താവ് അവരെക്കുറിച്ച് പറയാം. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എത്രയോ ആയിരങ്ങളാണ് വന്ന അനുഗ്രഹം പ്രാപിച്ചു പോയിരിക്കുന്നത്. അവർക്കാർക്കും യഥാർത്ഥ രക്ഷയിലേക്ക് വരുവാൻ സാധിച്ചു. യേശുവിൻ്റെ മരണസമയത്തും അതിന് ശേഷവും നമുക്ക് ഇവരെ ആരും ഒന്നും കാണുവാൻ കഴിയുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 66-ാം വചനം, അനേക ശിഷ്യന്മാർ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോയതായിട്ട് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അവിടെ അവശേഷിച്ചിട്ട് 12 പേർ മാത്രമാണ്, 12 ശിഷ്യന്മാർ. അതുപോലെ നമ്മൾ കണ്ട ജാതികൾ യഥാർത്ഥ വിശ്വാസത്തിൽ നിലനിന്നിരുന്നുവോ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഞാൻ തരികയാണ്. നിലനിന്നിരുന്നുവെങ്കിൽ ഇവരെ വിളിക്കുന്നൊരു പേരുണ്ട്, യഹൂദ മതാനുസാരികളെന്ന്. അപ്പോസ്തലനായ പൗലോസിൻ്റെ അപ്പോസ്തലനായ പത്രോസിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നുകൂടിയവർ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. യഹൂദന്മാരും യഹൂദ മതാനുസാരികളും അവിടെ കടന്നു വന്നു. 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നു,
12 അപ്പസ്തോലന്മാരെ സഹായിക്കാൻ 7 പേരെ എടുത്തപ്പോൾ അതിൽ ഒരുവനായ നിക്കോളാവസിനെ അവൻ യഹൂദ മതാനുസാരിയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 13-ാം അധ്യായത്തിൽ പള്ളിപ്രമാണി വിളിച്ചു കൂട്ടിയ മീറ്റിങ്ങിൽ പൗലോസ് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടെ കേൾക്കാനുണ്ടായിരുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ വിഷയത്തെയൊക്കെ കുറിച്ച് ഓരോ വിഷയത്തെയും മുന്നി ക്ലാസ്സുകളായിട്ട് വിഷയങ്ങളായി എടുക്കുമ്പോൾ നമുക്കത് വിശദമായിട്ട് പഠിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ നമ്മുടെ എല്ലാവരുടെയും മേൽ ഉണ്ടാകട്ടെ. ഇന്ന് ലോക മലയാളികളായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതാണ്ട് 50 ലക്ഷത്തോളം പേര് 15 വയസ്സിന് മേലെ ഇന്ന് ലോകത്തിലെ മലയാളി ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. അവരൊക്കെ ഈ സുവിശേഷ വ്യവസ്ഥയൊക്കെ ഒന്ന് കേൾക്കുകയായിരുന്നെങ്കിൽ, ഈ സത്യമൊക്കെ ഒന്ന് മനസ്സിലാക്കുകയായിരുന്നെങ്കിൽ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്കൊന്ന് അണിചേരുകയായിരുന്നെങ്കിൽ, ക്രിസ്തുവിൻ്റെ കൃപയുടെ സുവിശേഷ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുകയായിരുന്നെങ്കിൽ, കർത്താവ് എപ്പോഴേ മേഘാരൂഢനായി വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. എനിക്ക് നിങ്ങളോടൊക്കെ ഒരു അപേക്ഷയുണ്ടത്. എന്നിലൂടെ കേൾക്കുന്ന ഈ ചെറിയ ശുശ്രൂഷ നിങ്ങൾ നിങ്ങളുടേതായ ബന്ധുമിത്രാദികൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊന്ന് കേൾക്കാനുള്ളൊരു അവസരമായിട്ട് നിങ്ങൾ ഈ ശുശ്രൂഷയെ ഒന്ന് കാണണമേ, അങ്ങനെ സഹകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങളെ അപേക്ഷിക്കുകയാണ്. അടുത്ത ക്ലാസ് ബാക്കി ഇതിൻ്റെ 9 മുതൽ 16 വരെയുള്ള വ്യവസ്ഥ നമുക്ക് മുന്നോട്ട് പിടിക്കാൻ കർത്താവ് കൃപ തരട്ടെ. അതിനായി കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.